إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റഹ്മാനായ റബ്ബ് കോടാനുകോടി അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് അള്ളാഹു നമുക്ക് നൽകിയ സമാധാനമാണ്. തൻ്റെ വീട്ടിൽ, തൻ്റെ നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഒരു സമാധാനത്തിന്റെ വില നമുക്കറിയുകയുള്ളൂ. റബ്ബ് നൽകിയിട്ടുള്ള ഏതൊരു അനുഗ്രഹമാകട്ടെ അത് ആസ്വദിക്കണമെങ്കിൽ നല്ല സമ്പത്തുണ്ട്, അള്ളാഹു നല്ല പാർപ്പിടം നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ഭക്ഷണമുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ തൻ്റെ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടാൽ, അരക്ഷിതാവസ്ഥയുണ്ടായാൽ, രാജ്യത്തൊരു യുദ്ധം പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പീഡനമുണ്ടായാൽ മനുഷ്യന് എത്ര വലിയ അല്ലെങ്കിൽ എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ അനുഗ്രഹങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയൂല. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അല്ലാഹു നൽകിയ സമാധാനമാണ്, തുമഇനീനത്താണ്, ശാന്തിയാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ പ്രവാചകന്മാർ അവർ അവരുടെ നാടുകളിൽ സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക്, പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായിക്കൊണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ച റബ്ബേ ഈ നാടിനെ ഒരു നിർഭയത്വമുള്ള നാടാക്കണേ. കാരണം ആ നാട്, മക്ക എന്ന നാട്, അല്ലെങ്കിൽ ജസീറത്തുൽ അറബ്,
സമാധാനത്തോടുകൂടി യാത്ര പോകാൻ പറ്റാത്ത വഴിക്കൊള്ളക്കാരും അതേപോലെ തന്നെ പീഡിപ്പിക്കുന്ന ആളുകളും പീഡകന്മാരായിട്ടുള്ള ഭരണാധികാരികളും ഒക്കെ പലപ്പോഴും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകാൻ ഇടയുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് അവിടെ ആരുമില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, ഈ നാടിനെ സമാധാനമുള്ള രാജ്യമാക്കണേ, നല്ല ഭരണാധികാരികളും അതേപോലെ തന്നെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെയൊക്കെ GCC രാജ്യങ്ങളിൽ വലിയ പ്രയാസങ്ങളാണ്. യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെയൊക്കെ സഹോദരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, നമ്മുടെ ബന്ധുക്കൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ യുദ്ധത്തിന്റെ ഭീകരതയില്ലെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചു. പലരും ലീവിന് വരാനുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ വന്ന ആളുകൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് പല ആളുകളുമുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ റമദാനിൽ നമ്മൾ തറാവീഹിന് പങ്കെടുക്കുന്നു, ഈദ്ഗാഹുകളിൽ പങ്കെടുത്തു. പക്ഷേ പല GCC രാജ്യങ്ങളിലും തറാവീഹ് നിർത്തിവെച്ചു. പള്ളിയിൽ പോയി തറാവീഹ് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു, എയർപോർട്ടുകൾ തകർക്കപ്പെടുന്നു. എന്തിലധികം പല രാജ്യങ്ങളിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. സൈറണുകൾ വരികയാണ്, സ്വന്തം മൊബൈലുകളിൽ ശക്തമായ സൈറണുകൾ വരുന്നു, അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. എന്താണ്? ഡ്രോൺ ആക്രമണമുണ്ട്, മിസൈൽ ആക്രമണമുണ്ട്, സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പായണം, ഓടണം. നമ്മൾ ഇതുവരെ പല രാജ്യങ്ങളിലും ഫലസ്തീനിൽ അതേപോലെ തന്നെ ഗസയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചുട്ടടിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു. സൈറണുകൾ മുഴങ്ങുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇന്ന് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരന്മാർ നമുക്ക് അവരുടെ ഫോണിൽ വരുന്ന സൈറണുകൾ നമുക്ക് അയച്ചു തരികയാണ്. അവരത് അനുഭവിക്കുന്ന, അവർ ഓടുന്നത്, അതേപോലെ തന്നെ അവർ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണത്, സമാധാനം എന്നുള്ളത്. വല്ലാത്തൊരു പ്രയാസത്തിലാണ് പല ആളുകളും ഉള്ളത്. നോക്കൂ നിങ്ങൾ, GCC രാജ്യങ്ങളിൽ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ കാലത്തെയും ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഈ സയനിസ്റ്റുകളും അതേപോലെ ജൂതരാഷ്ട്രവും ജൂതന്മാരും ഇസ്ലാമിന്റെ 1-ാം തീയതി മുതലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ തകരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, യാതൊരു സംശയവുമില്ല. അവരെ ആക്രമിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കന്റെ സൈനിക താവളങ്ങളിലേക്കും ഇറാനിലേക്കും ബോംബാക്രമണം നടത്തുന്നു. അത് നടത്തുന്നുമുണ്ട്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, എയർപോർട്ടുകളിലേക്ക് ഇറാന്റെ ബോംബാക്രമണം ഉണ്ടാകുന്നു. അതുണ്ടാവുകയില്ല എന്ന് പറയുന്നു, ഉണ്ടാകുന്നു. ഉണ്ടായതിൽ ഞങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതിന്റെ ശേഷം പിന്നെയും ഉണ്ടാകുന്നു. പല ആളുകളും മരണപ്പെട്ടു. നമ്മുടെ GCC രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ പല ആളുകളും മരണപ്പെട്ടു. നമുക്ക് വാർത്തകൾ കൃത്യമായി കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹം നൽകി. നമ്മളാരും രാത്രി നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുറങ്ങുന്നില്ല. ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ ഇല്ല. നമുക്ക് പ്രയാസം വന്നിട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. സ്വന്തം വീടുകൾ തകർന്ന് ഏതെങ്കിലും ആളുകളെ പാർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിച്ച് തന്റെ വീടുകളിൽ നിന്ന് രാവിലെ തന്റെ ജോലിക്ക് വേണ്ടി പുറപ്പെട്ട് തന്റെ കുടുംബത്തിലേക്ക് സമാധാനത്തോടു കൂടി ഭാര്യമാരിലേക്ക് അതേപോലെ തന്നെ തന്റെ ഭർത്താക്കന്മാരിലേക്ക് കുടുംബത്തോടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന മക്കളിലേക്ക് തിരിച്ചു വരുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണിത്. അള്ളാന്റെ വല്ലാത്ത അനുഗ്രഹം. ഏത് അനുഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല, ഈ അമ്ന് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, ഈ അമ്ന് നഷ്ടപ്പെട്ടാൽ, അതുകൊണ്ട് അള്ളാഹുവിനോട് ഏത് സമയത്തും നമ്മൾ കടപ്പെട്ടിരിക്കണം. ഈ ഒരു സമയത്ത് വിശ്വാസം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. സൂറത്ത് ഖുറൈശിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. ലിഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾ നൽകി,
അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ നന്ദി കാണിക്കണം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണത്. വഴിക്കൊള്ളക്കാരും അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു ജനപദമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതം അവരിൽ പഠിപ്പിക്കുകയും അവർ സമാധാനത്തിന്റെ ആളുകളായി, സിൽമിന്റെ ആളുകളായി, ഇസ്ലാമിന്റെ ആളുകളായി അവർക്ക് സമാധാനം വന്നു. അതുകൊണ്ട് തന്നെ ഫല്യഅബ്ദു, നിങ്ങൾ ആരാധിക്കണം, റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. എന്താണ് ആ റബ്ബ് നിങ്ങൾക്ക് നൽകിയത്? അല്ലദീ അത്അമഹും മിൻ ജൂ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ജൂഇൽ നിന്നും, നിങ്ങളെ പട്ടിണിയിൽ നിന്നും, പരിവട്ടത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, നിങ്ങളുടെ പട്ടിണിയിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകി. വ ആമനഹും മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം നൽകിയ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് നിങ്ങൾ കടപ്പെട്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കണം. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജസീറത്തുൽ അറബിന് സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആ സമാധാനം നിലനിന്ന് കിട്ടുവാനും ആ സമാധാനം നൽകിയ റഹ്മാനായ റബ്ബിനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ച റബ്ബിനോട് ശുക്രോദനം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കണം. ഇത് ആരോടാ പറയുന്നത് സഹോദരന്മാരെ? മക്കക്കാരോട് പറഞ്ഞതാണോ? എന്നോടും നിങ്ങളോടാ പറയുന്നത്. എന്നോടും നിങ്ങളോടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്രയെത്ര മുസ്ലിമീങ്ങളായ ആളുകളാണ് ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. ഇസ്ലാമായതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം. സ്വന്തം കുടുംബത്തിന്, സ്വന്തം സഹോദരിമാർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ സഹോദരന്മാര്? പക്ഷേ അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. അള്ളാഹിനോട് നമ്മൾ ഏറെ കടപ്പെടണം. സമാധാനം ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ ചെയ്യുവാനും ഈ സമാധാനം നിലനിന്ന് കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് നമുക്ക് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിൽ, തന്റെ കൂട്ടത്തിൽ, തന്റെ കുടുംബത്തിൽ, അതേപോലെ തന്നെ തന്റെ വീട്ടിൽ അയാൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നു. മൻ, ഒരുവൻ, അസ്ബഹ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ രാവിലെ പ്രഭാതം പുലർന്നു സമാധാനത്തോടുകൂടി, ബോംബാക്രമണങ്ങളില്ല, വീട് തകർന്നിട്ടില്ല, വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലല്ലാതെ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയിട്ട്, കേന്ദ്രങ്ങളിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടില്ല, ഭക്ഷണത്തിന് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല, ക്യൂ നിൽക്കുന്ന സമയത്ത് ബോംബാക്രമണം നടന്നിട്ടില്ല, തന്റെ അപ്പ മരിക്കുന്നതോ, തന്റെ മാതാപിതാക്കൾ മരിക്കുന്നതോ, മക്കൾ മരിക്കുന്നതോ, കാലുകൾ നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ കൈകൾ നഷ്ടപ്പെട്ട് ഭീകരമായ രീതിയിൽ മരണപ്പെട്ട് ബോംബാക്രമണത്തിൽ മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നല്ല സമാധാനത്തിൽ ഒരു മനുഷ്യൻ തന്റെ പ്രഭാതത്തിലായി, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, തന്റെ കുടുംബത്തിൽ, തന്റെ ജമാഅത്തിൽ, തന്റെ നഫ്സിൽ സമാധാനത്തോടു കൂടിയാണ് അവൻ പ്രഭാതമുണർന്നത്. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് രോഗങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല എങ്കിൽ വഇൻദഹു ഖൂതു യൗമിഹി, അവന്റെ അടുക്കൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. ഒരു തലമുറക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ല, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അവനും അവന്റെ കുടുംബത്തിനും അവന്റെ മക്കൾക്കും അന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ, അവനെ ദുനിയാവും ദുനിയാവിന്റെ സർവ്വ സുഖങ്ങളും കിട്ടിയവനെ പോലെയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ സമാധാനത്തോടുകൂടി പ്രഭാതം പുലർന്നു, രാത്രി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങി, രാവിലെ ആയപ്പോഴും അതേ സമാധാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതേപോലെ തന്നെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം തന്റെ കുടുംബത്തിനും തനിക്കും കഴിക്കാനുള്ള, കുടുംബത്തിന് കൊടുക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് ദുനിയാവ് കിട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം, അല്ലേ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്തൊരു ഹദീസാണ് പ്രിയമുള്ളവരെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതിനെന്ത് ചെയ്യണം സഹോദരന്മാരെ? ഈ സമാധാനം നമുക്ക് നിലനിന്ന് കിട്ടാൻ എന്ത് ചെയ്യണം? യുദ്ധഭീകരത ഇല്ലാതാകാൻ, ഭരണാധികാരികളുടെ ഭീകരത ഇല്ലാതാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, അല്ലാഹുമ്മ ആമിൻ റൗആതി, പടച്ചറബ്ബേ, എന്റെ ഭയപ്പാടുകളിൽ നിന്നും എനിക്ക് നീ സുരക്ഷിതത്വം തരണമേ, സമാധാനം തരണമേ. അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി,
എന്റെ മുമ്പിലൂടെ വരുന്ന ആക്രമണങ്ങൾ, അതേപോലെ തന്നെ എന്റെ പിന്നിലൂടെ വരുന്ന ആക്രമണങ്ങൾ, വഅൻ യമീനി വഅൻ ശിമാലി, എന്റെ വലതു ഭാഗത്തിലൂടെയും ഇടതു ഭാഗത്തിലൂടെയും വരുന്ന ആക്രമണങ്ങൾ, വമിൻ ഫൗകി വഅഊദു ബിഅളമതിക അൻ ഉഖ്താല മിൻ തഹ്തി, അതേപോലെ തന്നെ ഞാൻ മുകളിൽ നിന്നും ആക്രമിക്കപ്പെടുന്നത്, ഞാൻ അടിയിൽ നിന്നും ആക്രമിക്കപ്പെടുന്നത്, പടച്ചറബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി, ദുആയിരക്കാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റിലുണ്ട്. ആത്മാർത്ഥമായിരിക്കണം. ചൊല്ലാത്ത ആളുകൾ ചൊല്ലേണ്ടതാണ്, ചൊല്ലുന്ന ആളുകൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തി എന്ന് തുടങ്ങുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന. അപ്പൊ ഒന്നാമതായി ഈ സമാധാനം നിലനിൽക്കാൻ, സമാധാനം നഷ്ടപ്പെട്ട ഈ രസമൊന്നും ഉണ്ടാവൂല. അത് നമ്മുടെ കുടുംബക്കാരായ നമ്മുടെ അനിയന്മാരോടും ജ്യേഷ്ഠന്മാരും കുവൈത്തിൽ താമസിക്കുന്ന, അതേപോലെ തന്നെ സൗദിയുടെ ചില ഭാഗങ്ങളിൽ താമസിക്കുന്ന, അബുദാബിയിൽ താമസിക്കുന്ന പല ആളുകളുടെയും വാർത്തകൾ ഈ ബോംബാക്രമണം നേരിട്ട അല്ലെങ്കിൽ അതിനുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഭക്ഷണം ഇറങ്ങൂല, സമാധാനത്തോട് പോകാൻ പറ്റൂല, എല്ലാവരും ബാധിച്ചു, എല്ലാത്തിനെയും ബാധിച്ചു. ഒരു ബോംബ് അവിടെ വിടുമ്പോൾ നമ്മൾ അടുക്കളയിൽ വരെ എത്തി, നമ്മളെ പോക്കറ്റിനെ വരെ ബാധിച്ചു. അല്ലേ സഹോദരന്മാര്, ഇതല്ല അവസ്ഥ. അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് അവിടെയല്ലേ അല്ല സഹോദരന്മാരെ, നമ്മുടെ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, നമ്മളടക്കം ബുദ്ധിമുട്ടുന്നു. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമാധാനം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല, രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹു ഒരു നാടിന് സമാധാനം കൊടുക്കണമെങ്കിൽ നമ്മൾ തൗഹീദുള്ളവരാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗണത്തിൽപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം. അത് ജാറങ്ങളിലേക്കോ മക്കബകളിലേക്കോ ബീബിമാരിലേക്കോ ഹോജമാരിലേക്കോ തങ്ങന്മാരിലേക്കോ ഒന്നും കൊടുക്കാൻ പാടില്ല. ജിന്നുകളിലേക്കോ മലക്കുകളിലേക്കോ ആരിലേക്കും പടച്ചോനെ കാക്കണമെന്ന് പറയുന്നതിന് പകരം പടപ്പാളെ കാക്കണമെന്ന് പറയുന്നത് അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. ഏറ്റവും വലിയ നന്ദികേടാണ്. പടച്ചറബ് പൊറുക്കുകയില്ല. എവിടെയാണത് പറഞ്ഞത്? സമാധാനം കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ഉണ്ടാകണമെന്ന് എവിടെയാണ് പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആന്റെ ഒട്ടനേകം ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തരികയാണ്. റബ്ബ് പറയുകയുണ്ടായി, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ ഈമാൻ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ശിർക്ക് കലർന്നിട്ടില്ല. വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇടപെടാൻ അമ്പിയാവുലേക്കന്മാർക്ക് സാധിക്കൂല, അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. എനിക്ക് ബറക്കത്ത് തരാൻ, എന്റെ കച്ചവടം സമ്പുഷ്ടമാകാൻ, എന്റെ ബിസിനസ് തകരാതിരിക്കാൻ, അതേപോലെ തന്നെ എന്റെ വാഹനം അത് ആക്സിഡന്റിൽ പെടാതിരിക്കാൻ ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് അവിടെ ജാറം മൂടേണ്ട ആവശ്യമില്ല. അവിടെ ജാറം മൂടിയ തുണിയുടെ ഒരു കഷ്ണം എന്റെ സ്കൂട്ടറിലോ അല്ലെങ്കിൽ എന്റെ വാഹനത്തിലോ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഈ വാഹനം എനിക്ക് തന്ന, ഈ 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ വാഹനം തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഇതിനെ സംരക്ഷിക്കാൻ. അതിനാരെങ്കിലും ഒരാൾ സംരക്ഷിക്കണം എന്നുള്ള നിലക്ക് ജാറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഏലസോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്റെ വാഹനത്തിൽ കെട്ടിവെക്കാൻ പാടില്ല. പടച്ചറപ്പിനോടുള്ള നന്ദികേടാണത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ശിർക്ക് കലരാത്ത ആളുകൾ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. ആർക്കാ സമാധാനമുള്ളത്? മുവഹിദുകളായ ആളുകൾക്കാണ് സമാധാനമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് സിദ്ധിച്ചത്, അവരാണ് ഹിദായത്തിന്റെ ആളുകൾ, സന്മാർഗപാതയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. തീർന്നിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള, അഥവാ വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താണ്? അവർ ഈമാനുള്ള ആളുകളാണ്, അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖലഫൽ ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹു നിങ്ങൾക്ക് അധികാരം തരും, നിങ്ങളെ ഭരണാധികാരികളാക്കും, ആ രാജ്യത്തിന്റെ ആളുകളായിക്കൊണ്ട്, നിങ്ങൾ സ്ഥാനപതികളായിക്കൊണ്ട് ആ രാജ്യത്തിന്റെ ചെങ്കോൽ നിങ്ങളുടെ കൈകളിൽ തരും. പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് ഈമാനുള്ള ആളുകളായപ്പോൾ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. ലയസ്തഖ്ലിഫന്നഹും കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് കൊടുത്ത പോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടെ ദീൻ അവർക്ക് ശരിയാവണ്ണം കൊണ്ടു നടക്കാനുള്ള സൗകര്യം ഭൂമിയിൽ അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. ദീനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, ദീനനുസരിച്ച് ജീവിച്ചത് കൊണ്ട് പീഡിപ്പിക്കപ്പെടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല, പലായനം ചെയ്യേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. അല്ലാഹു സമാധാനം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യാൻ, ആ മണ്ണിൽ സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല റബ്ബ് പറയുകയാണ്, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങളുടെ ഭയപ്പാടിന് ശേഷം, അസമാധാനത്തിന് ശേഷം, അശാന്തിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനം തരും. ഒരു കണ്ടീഷനുമുണ്ട്, ഒരേ ഒരു കണ്ടീഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നാട് തരും, സമാധാനം തരും, ശാന്തി തരും, തുമഈനീനത്ത് തരും, അമ്നി തരും. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? യഅബുദൂനനി, എന്നെ മാത്രം ഇബാദത്ത് എടുക്കണം. പടച്ച റബ്ബിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. പടച്ച റബ്ബ് കാണും പോലെ, അമ്പിയ ഔലിയാക്കന്മാർ കാണും, എന്റെ ജീവിതത്തിൽ ഇടപെടും, എന്റെ പ്രയാസങ്ങൾ നീക്കും എന്നൊരാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു കൊടുത്ത കൈവിലൂടെയാണ്, കൊടുക്കാത്ത കൈവിലൂടെയാണ്. എന്ത് പറഞ്ഞാലും അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്ത ഉസ്സ മനാത്തമാരെയും മഹാന്മാരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. എന്താ അവർ വിശ്വസിച്ചത്? അല്ലാഹു കൊടുത്ത കൈകൊണ്ട് ഞങ്ങളെ സഹായിക്കും എന്നാണ്. ഈ മഹാന്മാര്, ഈ കബറാളികൾ അല്ലാഹു കൊടുത്ത കൈകൊണ്ട് ഞങ്ങളെ സഹായിക്കും, അതാണ് അവർ വിശ്വസിച്ചത്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളും വിശ്വസിക്കുന്നത്. മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത കൈകൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവർ ഇടപെടും, നമുക്ക് വരുന്ന ആപത്ത് മുസീബത്തുകൾ അവർ തട്ടിമാറ്റും. അതുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ, മുദീശയെ കാക്കണേ, പ്രയാസങ്ങൾ നീക്കണേ, എന്റെ അസുഖം മാറ്റണേ എന്ന് പടച്ച റബ്ബ് യാ അല്ലാ എന്ന് പറയുന്നതിന് പകരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുന്നതിന് പകരം അല്ലാഹു അല്ലാത്ത പടപ്പുകളിലേക്ക് തിരിയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം. അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, പ്രിയമുള്ളവരെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യന്മാരെയും എന്നെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാ സൃഷ്ടിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വെള്ളം ചേർക്കുന്ന അല്ലാഹു പൊറുക്കുകയില്ല. എല്ലാത്തിന്റെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലയാണ്. ദീനിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ഓരോ ദിവസവും ഒരുപാട് തവണ അല്ലാഹു നമ്മളെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ച റബ്ബേ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യും. ഞങ്ങൾ ആരോടും സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്ന സഹായത്തെ പറ്റിയല്ലോ ഈ പറയുന്നത്. മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹായത്തെ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രിയമുള്ളവരെ, എന്തായിരിക്കണം? യഅ്ബുദൂനനി, നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സമാധാനം അല്ലാഹു തരും. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. ഒരാളെയും പങ്കു ചേർക്കുന്ന ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന്. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇത് മനസ്സിലാക്കിയതിനു ശേഷം, ഇതിനുശേഷം ആരെങ്കിലും കുഫറിലേക്ക് പോവുകയാണെങ്കിൽ, ഈമാൻ വിട്ട് ഈ പറയപ്പെട്ട ശിർക്കിന്റെയും കുഫറിന്റെയും പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്, അവർക്ക് സമാധാനം കിട്ടൂല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. അപ്പൊ സഹോദരന്മാരെ, ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സമാധാനം എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു നൽകിയിട്ടുള്ള. ഏത് നിഅമത്തും ആസ്വദിക്കണമെങ്കിൽ ഈ സമാധാനം ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിലനിന്ന് പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് കിട്ടാൻ, നിലനിന്ന് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൗഹീദുള്ളവനാവുക, ഈമാനും അമൽ സാലിഹാത്തുകളും ഉള്ളവനാവുക, നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മെയും ലോകരാഷ്ട്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, ലോകത്ത് ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഫലസ്തീനിലും
ഫലസ്തീനിന്റെ വിവിധ പ്രദേശങ്ങൾ, ഗസയിലും അതേപോലെ തന്നെ മ്യാൻമറിലും ഇറാഖിലും സിറിയയിലുമൊക്കെ ഈ സയണിസ്റ്റ് ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ ആക്രമണങ്ങൾ കൊണ്ടും, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കളുടെ ഒക്കെ പീഡനങ്ങൾ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിൽ സുന്നയെ എത്രയാണ് അവർ തകർത്തെറിഞ്ഞത് എന്നുള്ളത് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊന്നും കാണുന്നില്ല? പിഞ്ചോമന മക്കൾ ആക്രമിക്കപ്പെടുന്നു. ചെറിയ ചെറിയ മക്കൾ അവരെ ടാർഗറ്റ് ചെയ്ത് സ്കൂളുകളും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളും അഭയാർത്ഥി ക്യാമ്പുകൾ പോലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം. എന്നിട്ടും ഈ സയനിസ്റ്റ് രാഷ്ട്രങ്ങളും നേതാക്കന്മാരും ഒക്കെ അവർ സാമ്പത്തികമായ നല്ല സ്ഥിതിയിലും വീണ്ടും അധികാരത്തിലും അവരെത്തുന്നു. എന്താണ് റബ്ബ് ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, പ്രിയമുള്ള മുഅ്മിനാത്തുകളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്തു കൂട്ടുന്ന നരനായാട്ടിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു ഇത് കാണുന്നില്ല. അള്ളാഹു അശ്രദ്ധനാണ് എന്നുള്ളത് അള്ളാഹിന്റെ നടപടിക്രമങ്ങളാണത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ കണ്ണഞ്ചിപ്പോകുന്ന ഭയവിഹ്വലമായ ആ പരലോകം, ആ ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നീട്ടിവെച്ചിരിക്കുകയാണ്. അവർക്കൊരു ഒരു 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 ദിവസം വരാനുണ്ട്. ഒരു ദിവസം അവർക്ക് വരാനുണ്ട്. ആ ദിവസം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചുവിടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അക്രമികളായ ആളുകൾക്ക് അല്ലാഹു സമയം നീട്ടിക്കൊടുക്കും. എങ്ങനെ? അക്രമികൾക്ക് അല്ലാഹു സമയം നീട്ടിക്കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം ചെയ്യുന്ന, അനീതി ചെയ്യുന്ന, പാവപ്പെട്ട ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന, കൊലപ്പെടുത്തുന്ന ആളുകൾ, അക്രമികൾ, തോന്നിവാസികളായിട്ടുള്ള ഭരണാധികാരികൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കും. അംലാ യുംലി എന്ന് പറഞ്ഞ സമയം ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കുക. അവർ കൂടുതൽ കൂടുതൽ ഈ പാവപ്പെട്ട ആളുകളെ കബന്ധങ്ങളിൽ ചവിട്ടി രക്തപ്പുഴകൾ ഒഴുക്കി ആനന്ദ നൃത്തമാടി അവർ ജീവിക്കും. അതിനുള്ള ഒരവസ്ഥയുണ്ടാകും. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ അള്ളാഹു പിടികൂടും. പല കൊമ്പന്മാരെയും അള്ളാഹു പിടികൂടിയത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിം ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു. അങ്ങനെ റബ്ബ് അവരെ ഒരു സമയമെത്തി കഴിഞ്ഞാൽ അള്ളാഹു അവനെ പിടിക്കും, കുടുമൊക്കെ പിടിക്കും. ലം യുഫ്ലിതുഹു എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും കുതറിമാറാൻ പറ്റാത്ത അവസ്ഥാവിശേഷം, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പിടുത്തം അവര് പിടിവീഴുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹിന്റെ നടപടിക്രമമാണ്. പക്ഷേ മുഅ്മിനീങ്ങൾക്കാണ് വിജയമുണ്ടാകുന്നത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകൾക്കാണ് വിജയമുണ്ടാകുന്നത്. പ്രവാചകന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം ഈ പ്രവാചകന്മാർക്കാണ് വിജയമുണ്ടായിട്ടുള്ളത്. ഇനി ദുനിയാവിൽ പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസങ്ങളാണ്. ഇവിടെ ഒരു തുറവ് ലഭിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ യഥാർത്ഥ ലോകം പരലോകമാണ്. അവിടെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം, വിജയം, സമാധാനം. ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമാധാനം രണ്ട് ലോകത്തും കിട്ടാനുള്ള പണി എന്താ? അള്ളാനെ ശുക്ർ ചെയ്ത് ഇബാദത്തെടുത്ത് അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാർത്ഥമായി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഒരു അവസ്ഥാവിശേഷം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണാധികാരികളുടെ ഭീകരകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു നമ്മെ ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല സമാധാനം നിലനിർത്തി തരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.